പക്ഷെ നമുക്ക് എല്ലാവർക്കും ഫസ്റ്റ് ഈ പേര് കേൾക്കുമ്പോ മ്യൂസിക് അതാണല്ലോ നമുക്ക് പെട്ടെന്ന് വരുക. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും മ്യൂസിക് മാറി ഫിലിം ഓൾറെഡി? അല്ല, ഈ മ്യൂസിക് ആക്ച്വലി ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് എൻ്റെ സോൾ അത് തന്നെയാണ്. പക്ഷേ ഭയങ്കര പാഷനാണ് എനിക്ക് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് തന്നെയാണെങ്കിലും വേറെ സ്ക്രിപ്റ്റുകളൊക്കെ കേൾക്കുമായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും എനിക്കൊരു ധൈര്യം കിട്ടിയിട്ടില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലേ അതിനകത്തേക്കല്ലേ വരുന്നേ. അപ്പോ അതെ, അപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ മൈൻഡിൽ ഇതേപോലെ ഈ കോൺസെപ്റ്റ് എനിക്ക് തോന്നി. ഞാൻ അത് എഴുതാൻ തുടങ്ങി. എന്നാൽ എന്റെ മുമ്പിൽ ഇതിന്റെ വാട്ട് ഈസ് ദ സ്ക്രീൻ പ്ലേ ഭയങ്കര ആയിട്ട് എനിക്കറിയാം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്. പിന്നെ അതിന്റെ ഫ്രെയിമിംഗ് വരെ എന്റെ മൈൻഡിലുണ്ട്. അപ്പോൾ പിന്നെ വേറെ ആരും കൺവിൻസ് ചെയ്യണ്ട. എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ഡയറക്റ്റ് ചെയ്യാം. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധനം എക്സിക്യൂട്ട് ചെയ്യാം. സോ അതിൻ്റെ ഒരു ഫ്രീഡം ഭയങ്കരമാണ്. പിന്നെ ഇത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതേപോലെ കൂടെ നിൽക്കുന്ന കുറച്ച് നല്ല ആർട്ടിസ്റ്റ് വേണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പറയുന്നത് ആക്ച്വലി ഞങ്ങളിത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ 4 മണിക്ക് എണീറ്റ് നമ്മളൊരു സ്ഥലത്തോട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് 2.5 കിലോമീറ്റർ നടന്ന് കാടിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ മിക്ക ദിവസത്തെ ഷൂട്ടിംഗ് പ്രോസസ്സ് ഇങ്ങനെയാണ്. അപ്പം നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റ് വേണം. അതിപ്പോൾ ഞങ്ങൾ ചെന്നൈ ഫ്രണ്ട്സാണ്. അപ്പോൾ എന്നെ നന്നായിട്ട് അറിയാം, എന്നെ ഭയങ്കര വിശ്വാസമുണ്ട് ഞാൻ മര്യാദക്ക് ഇത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ എന്നിൽ അത്രയും കോൺഫിഡൻസ് ഉള്ള ആൾക്കാർ വെച്ചിട്ട് മാത്രമേ ഈ ഒരു പ്രോജക്റ്റ് വർക്കാവുള്ളൂ. കാരണം ഒത്തിരി സ്ട്രഗിൾ ഉണ്ട് ആക്ടേഴ്സിന്. കാരണം ഈ ഇതേപോലെ തന്നെ ഈ രാവിലെ എണീറ്റ് ഇത്രയും ദൂരം പോവുക എന്നുള്ളതും പിന്നെ നടന്നു പോവുക പിന്നെ കാടാണ്, വൈൽഡ് അനിമൽസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഒരു ടൈമില്ല. പിന്നെ ഒരു ടൈമില്ല ഞങ്ങൾക്ക് എക്സാക്ട്ലി ഇന്ന സമയം പോലെ ഇന്ന ടൈം വരെ ഷൂട്ട് എന്നുള്ള ഒരു ടൈമില്ല. അതേപോലെ പിന്നെ ഞങ്ങൾ ഇതേപോലെ ഒരു മലയിൽ ഇപ്പോൾ ജയ്സേട്ടൻ്റെ ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടി ഒരു മലയിൽ പോകുന്ന സമയത്തൊക്കെ അവിടെ ഭയങ്കര ഫോഗും ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം അവിടെ സ്റ്റക്കായി ആക്ച്വലി. അപ്പോൾ അത് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് പോയതാണ്. മേ ബി ഞങ്ങൾ അവിടെ സ്റ്റക്കാവാം എന്നൊക്കെ ഓർത്തിട്ട് നമ്മൾ പോയതാണ്. അപ്പോൾ കൂടെ നിൽക്കുന്ന അതേപോലത്തെ ഒരു ആർട്ടിസ്റ്റും കൂടി വന്നപ്പോഴത്തേക്കും എനിക്കൊരു ധൈര്യമായി പടം ചെയ്യാം. പിന്നെ അതേപോലെ നല്ലൊരു പ്രൊഡ്യൂസറിനെയും കൂടി കിട്ടി. അങ്ങനെ ഗായത്രി ആക്ച്വലി ഞാൻ നേരത്തെ ചെയ്ത ഒരു പ്രോജക്റ്റിൽ, ഞാൻ മ്യൂസിക് ചെയ്ത ഒരു പ്രോജക്റ്റിൽ, ആ പ്രോജക്റ്റിൽ ഹീറോയിൻ ആയിരുന്നു ഗായത്രി. വേറെ ഡയറക്ടറായിരുന്നു. അപ്പോൾ ഗായത്രി ആയിരുന്നു അതിനകത്ത് ഹീറോയിൻ. അപ്പോൾ ഈ പടത്തിലെ ക്യാരക്ടറിന് ആക്ച്വലി ഇവളുടെ ഫേസ് ആയിട്ട് കുറേ റിസംബ്ലൻസ് ഉണ്ട്. മനസ്സിലായില്ല? ഇപ്പം പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും ഇവളൊരു ഒരു നേഴ്സായിട്ടാണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഇവളെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഭയങ്കര നോർമലായിട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അവൾ ഈ പ്രദേശത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു നേഴ്സാണെന്നുള്ളതിൻ്റെ ഒരു ഫീല് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ കിട്ടും. സോ അങ്ങനെയാണ് ഇതിനകത്ത് പല കാര്യങ്ങളും അതേപോലെയാണ്. ഇപ്പോൾ ജയ്സേട്ടനാണെങ്കിൽ പോലും ജയ്സേട്ടൻ ആ ക്യാരക്ടറിലേക്ക് തിരഞ്ഞെടുത്തതും അതേപോലെ തന്നെയാണ്. ജയ്സേട്ടൻ ആക്ച്വലി ക്യാരക്ടർ റോളിന് വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചിരുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഫിക്സ് ചെയ്തത് ലാൽ സാറിനെ ആയിരുന്നു. പക്ഷെ ഇതേപോലെ തന്നെ ഒത്തിരി സ്ട്രഗിൾസ് ഉള്ള ഒരു ഫിലിമാണിത്. മനസ്സിലായില്ലേ? ഒരു ദിവസം ജയ്സേട്ടൻ ഇതേപോലെ സ്റ്റുഡിയോയിലേക്ക് കയറി വന്ന സമയത്ത് ജയ്സേട്ടന് ഭയങ്കര താടി, ഭയങ്കര മസ്കുലറായിട്ടാണ് പുള്ളി കയറി വന്നത്. എന്നോട് സംസാരിച്ച രീതിയും അതേപോലെ. അപ്പം ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ക്യാരക്ടർ വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലത്തെ ഒരു ഫീല് എനിക്ക് തോന്നി. അങ്ങനെയാണ് പുള്ളീനെ കാസ്റ്റ് ചെയ്യുന്നത്. അതെ അതെ. ആ സമയത്ത് പുള്ളി ഒരു തമിഴ് ഫിലിമിന്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് ഒരു മേക്ക് ഓവർ ചെയ്തായിരുന്നു, തലേനഗരം എന്ന് പറഞ്ഞൊരു ഫിലിമിന് വേണ്ടിയിട്ട്. പക്ഷെ അത് നമുക്ക് ഗുണം ചെയ്തു. ഇപ്പൊ പറഞ്ഞു കാട്ടിലാണ് ഷൂട്ട് ചെയ്തിരുന്നത്. ആ സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് കാട്ടിൽ ഷൂട്ട് ചെയ്യാൻ അട്ട ഭയങ്കര പ്രശ്നമായിരുന്നു. അത് ആദ്യം ഒക്കെ കയറുന്ന സമയത്ത് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. പിന്നെ അത് കയറിയില്ലെങ്കിൽ പ്രശ്നം എന്നുള്ള രീതിയിലായിരുന്നു. 2 ദിവസം അട്ട മറ്റേ രക്തം കുടിച്ചുള്ളൂ. കാരണം 3-ാമത്തെ ദിവസം ബോർഡിച്ചു ഒറ്റയ്ക്ക് തന്നെ. അട്ടയെ ഒരു കഥാപാത്രമാണ് ആക്ച്വലി ഇതില്. ഒരു സീനിൽ ഒരു മുഖ്യ കഥാപാത്രമായി വരുന്നുണ്ട്. അല്ല, വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല? വല്ല മൃഗങ്ങൾ ആന ഓടിച്ചിട്ടായിരുന്നു ഇതിന്റെ ഇടയില്. ഞങ്ങള് ഓടി, ക്യാമറമാനും പ്രൊഡക്ഷൻ കൺട്രോളറൊക്കെ ഓടി അടുത്ത വീട്ടിലൊക്കെ കയറി. ഞാനും മറ്റേ അസോസിയേറ്റ് ഡയറക്ടറും കൂടെ ഓടിയിട്ട് ഞങ്ങൾ സ്റ്റക്കായിട്ടൊരു വള്ളിയുടെ ഇടയിൽ പെട്ട്. പക്ഷെ ഭയത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ ആക്ച്വലി ഇൻഫാക്ട് ഞങ്ങള് മറ്റേ താമസിക്കുന്ന ഓടിക്കോന്നുള്ളൊരു ഒച്ച മാത്രം. പിന്നെ താമസിക്കുന്ന ഒരു ലൈക് 2-3 വീടുകളൊക്കെ ഒരുമിച്ച് എടുത്തിട്ട് നമ്മൾ താമസിക്കുന്നുണ്ടായിരുന്നത്. അതിന്റെ തന്നെ ഫെൻസിങ്ങില് ഇങ്ങനെ ആന വരാതിരിക്കാനുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളേക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 4-5 ദിവസം, അത്രയും ദിവസങ്ങളെങ്കിലും മിനിമം അവിടുത്തെ ആൾക്കാർ വിളിച്ച് പറയാറുണ്ട് ലൈക്
വീടിന് പുറത്തേക്ക് ഇറങ്ങരുത്, ആന വരുന്നുണ്ട്. ആന വന്നായിരുന്നു അതിന്റെ ഇടയില് ഭയങ്കര മഴയും കാറ്റുള്ള ഒരു ദിവസം അല്ല അതൊക്കെ അത് ആക്ച്വലി നമ്മൾ പടം ചെയ്യുന്നതിന്റെ ഒരു മൂഡിലേക്ക് അങ്ങ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം ഈ സിക്കാട് ഒത്തിരി ലൈഫിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഒത്തിരി പേടിയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്കൊരു ധൈര്യമൊക്കെ തന്ന് അല്ലേ. ഇപ്പൊ പറയുമ്പോ അങ്ങനെയാണ്. അപ്പൊ അയ്യോ പറഞ്ഞിരിക്കുന്നു. അല്ല എന്നാലും ഭയങ്കരമായിട്ട് ലൈഫിനെ ചേഞ്ച് ചെയ്തൊരു സംഭവമാണ് ഇതിന്റെ ഷൂട്ട്. ഇപ്പൊ എനിക്കൊരു ആന വന്നാലും പ്രശ്നമൊന്നുമില്ല. ഓടാൻ നന്നായിട്ട് അറിയാം. ഓക്കെ, ഈ പറഞ്ഞ പോലെ മ്യൂസിക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഫിലിമാണല്ലേ. അതായത് എനിക്ക് തോന്നുന്നു അതായത് 4 ഭാഷയിലും ഡിഫറെന്റ് ആയിട്ടുള്ള സോങ്സ് ആണ് വരുന്നത്. അതെന്താ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സോങ്സ്? അത് ഇപ്പോ സീരിയസ്ലി ആദ്യം നമ്മള് സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഇത് മലയാളമായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് ഈ എലമെന്റ് ആക്ച്വലി തമിഴിലും നല്ലതാണ്, തെലുങ്കിലും നല്ലതാണ്, കന്നഡയ്ക്കും നല്ലതാണ്. കാരണം ഒരേപോലെ പോകും. കാരണം അവർ കൾച്ചറൽ ഡിഫറൻസ് വരത്തില്ല വിഷ്വലി. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു സൗണ്ട് മ്യൂസിക് കൾച്ചറൽ ഡിഫറൻസ് ഡെഫിനറ്റ്ലി വരും. അപ്പോൾ ഞാൻ ഇപ്പോൾ തമിഴ് ഓഡിയൻസ് പടം കാണുവാണെങ്കിൽ അവരൊരു തമിഴ് പടം കാണുന്ന പോലെ തന്നെ വേണം. കാരണം ഞങ്ങൾ സൈമൾട്ടേനിയസ് ആണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ വെൻ ഇറ്റ് കംസ് ടു മ്യൂസിക് ഓൾസോ അവരിത് കേൾക്കുമ്പോൾ അവരുടെ റീജിയണൽ ലാംഗ്വേജ് ആയിട്ട് കണക്റ്റഡ് ആവണം. അതുകൊണ്ടാണ് ഒരു തീരുമാനം എടുത്തത്. ഓക്കെ, നമുക്ക് എല്ലാ ലാംഗ്വേജിലും ഡിഫറെൻ്റ് ആയിട്ട് അവർക്ക് എന്താണ് വേണ്ടത് ആ സാധനം മ്യൂസിക്കലി നമുക്ക് കൊടുക്കാം. പിന്നെ മെയിൻ തിങ് മ്യൂസിക് ആണല്ലോ ഇരിക്കുന്നത്. അപ്പൊ പിന്നെ മറ്റേ ശ്രീജിത്തിന്റെ ലൈക് മ്യൂസിക്കും അതിനേക്കാൾ ഉപരി ബാക്ക്ഗ്രൗണ്ട് സ്കോർ. കാരണം ഈ സിനിമയിലെ എന്താ പറയാ, ഇപ്പൊ ഞാൻ നേരത്തെ ഈ ക്യാരക്ടേഴ്സിന്റെ കാര്യത്തിൽ പ്രകൃതി അല്ലെങ്കിൽ ആനിമൽസ് എന്നൊക്കെ പറഞ്ഞ പോലെ ഇപ്പുറത്തെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സൗണ്ട് ഡിസൈനിങ്ങും സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. തേർഡ് ആണ് പിന്നെ ആക്ടിങ് ആണെങ്കിലും ഡയലോഗ്സ് ഒക്കെ ഫോർത്തിലേക്കൊക്കെ വരും. കാരണം ഡയലോഗ്സിന്റെ മൊത്തം പോർഷൻസ് ബേസിക്കലി കുറവാണ്. അപ്പൊ നാച്ചുറലി ഒരു എന്താ പറയാ മ്യൂസിക് ഡയറക്ടർ ആണെങ്കിൽ പോലും ആസ് എ ഡയറക്ടർ ആ സിനിമ എടുത്ത് വരുമ്പോൾ ആ മ്യൂസിക് ഡയറക്ടർക്ക് നല്ല പണിയാണ്. കാരണം ഒരു ഹോൾ സിനിമേനെ താങ്ങി നിർത്തേണ്ടത് മ്യൂസിക് ഡയറക്ഷനിലും സൗണ്ട് ഡിസൈനിങ്ങിലുമാണ്. അതിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്തു. ഇനി ഞാൻ തിരിച്ചു തള്ളാം. ഓക്കെ, അപ്പൊ എനിക്ക് 500 തന്നതിനൊക്കെ പറ്റുള്ളൂ. ബാക്കി കേക്ക്. അപ്പോ പടത്ത് 2 മണിക്കൂർ പടം. ഓക്കെ, ഒരു 35 മിനിറ്റ്സ് ആണ് നമ്മുടെ ഡയലോഗ്സ്. ബാക്കിയൊക്കെ ഭാവാഭിനയ, ഫുൾ ഭാവാഭിനയം. ഈ ഭാവാഭിനയം ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല, ഞാൻ പിന്നെ മാനേജ് ചെയ്തു. ഗായത്രി ഞാൻ നോക്കുമ്പോ 100ാമത്തെ എക്സ്പ്രഷൻ കിട്ടിയ എവിടെന്നൊക്കെ എന്തൊക്കെ കൈ പോയി കംപ്ലീറ്റ്. ഗായത്രിയുടെ ഡയലോഗ് ഉണ്ടല്ലോ ട്രെയിലറിലെ ഡയലോഗ്, ഞാൻ മറന്നുപോയി. ഭയങ്കര ദേഷ്യത്തോടെ പറയുന്നത് ലെറ്റ്സ് ബ്രേക്കപ്പ് എന്താ പറയുന്നില്ലേ, സ്റ്റോപ്പ് ഇറ്റ് അങ്ങനെ എന്തോ ഒരു സംഭവം പറയുന്നുണ്ട്. ഭയങ്കര ഒന്ന് പറയോ ആ ഡയലോഗ്? ഗായത്രിയുടെ അഭിനയം കണ്ട അവസാനം സീത പറഞ്ഞത് ലെറ്റ്സ് സ്റ്റോപ്പ് ഇറ്റ്. അതിപ്പോ പറയാൻ പറ്റുമോ? ഇപ്പൊ പറയാൻ പറ്റുമോ? ഡയലോഗ് ഓർമ്മയില്ല, അതാണ് കാര്യം. ലെറ്റ്സ് ബ്രേക്കപ്പ് അങ്ങനെയുള്ളൊരു കണ്ടന്റ് ആണ് അതിൽ വരുന്നത്. പക്ഷെ എന്റെ ജോ അടുത്തിരിക്കുന്നു, പറഞ്ഞോളൂ. പിന്നെന്താ? ഓ, ഇവിടെ ഇനിയിപ്പോ മറ്റേ മെത്തേഡ് ആക്ടിങ് അപ്പുറത്ത് ഞാൻ നിക്കണം. വരട്ടെ, ദേഷ്യം വരട്ടെ. ആ കുട്ടി നോക്കൂ. അല്ലേ, ഇനഫ് ജോ, ലെറ്റ്സ് ബ്രേക്കപ്പ്. ഞാൻ നോക്കുന്നത് പക്ഷെ കറക്റ്റ് അതില് പറയുന്നത് പോലെ. വേറെ കാര്യമുണ്ട്, ഇയാള് പെട്ടെന്ന് ഐ മീൻ ഇപ്പൊ ഫ്രെയിമിന്റെ ബാക്കില് ഞങ്ങള് ഭയങ്കരമായിട്ട് ചിരിച്ചിരിക്കുവാണെങ്കിൽ പോലും when it comes to the shot ഇയാള് പെട്ടെന്ന് പറയുമ്പോ പെട്ടെന്ന് ഗായത്രിയുടെ ഫേസ്, ഗായത്രിക്ക് ഞാൻ പറയട്ടെ, ഗായത്രിക്ക് ഈ ദേഷ്യം പിന്നെ കരച്ചില് സെന്റിമെന്റ്സ് ഒക്കെ പെട്ടെന്ന് വരും. വരാത്തൊരൊറ്റ കാര്യമേ ഉള്ളൂ, കോമഡി. ഞാൻ ആ പോയിന്റിലേക്കാണ് വരുന്നത്. കോമഡി പോലും പിന്നെയും എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പൊ ഒരുവിധം ചളിയൊക്കെ പറഞ്ഞു അത് വരുത്തുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ഇന്റിമേറ്റ് സീനൊക്കെ ചെയ്യുമ്പോ ഭയങ്കര മുഖത്ത് ഇങ്ങനെ എക്സ്പ്രഷൻ ജസ്റ്റ് ഇങ്ങനെ ക്ലോസ് ആയിട്ട് വരുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ മുഖത്ത് എക്സ്പ്രഷൻ ഒക്കെ ഒബിയസ്ലി. പക്ഷെ അല്ല, അതല്ലെങ്കിൽ ഇപ്പൊ മറ്റേ എന്താ ഇന്റിമേറ്റ് ആയിട്ട് നമ്മൾ നോക്കുമ്പോ ആ കുട്ടിയുടെ മുഖത്ത് എക്സ്പ്രഷൻ ആണെങ്കിലും ഇപ്പൊ ദേഷ്യം വരുവാണെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളൊരു റൊമാൻറ്റിക് സീൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് മുഖത്ത് ഭാവങ്ങൾ ബേസിക്കലി എല്ലാം ടഫാണ്. എവരിതിങ് നമ്മുടെ ആസ് എൻ ആക്ടർ നമ്മുടെ എല്ലാവരുടെയും ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ടു കൺവിൻസ് ദി ഡയറക്ടറാണ്. കാരണം ഡയറക്ടറാണ് ഓഡിയൻസിന്റെ
കൺവിൻസ് ചെയ്യേണ്ടത്. ലൈക്ക് ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു ഫസ്റ്റ് ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഡയറക്ടറാണ്. സോ നമ്മുടെ എല്ലാവരുടെയും ഏത് സിനിമയിൽ അഭിനയിക്കുമ്പോഴും അതാ ഡയറക്ടർ ഹാപ്പി ആയാൽ വി ആർ ഹാപ്പി. അപ്പൊ ഇവിടെ ഡയറക്ടർ ഫുൾ ഹാപ്പി അല്ല ഇവിടെ ഹാപ്പി ആയിരുന്നു, ഐ മീൻ ഓക്കെ പറയുന്നത് ഹാപ്പി ആവുമ്പോൾ മാത്രമേ ഉള്ളൂ. ആയിരുന്നോ? ഞാനതേക്ക് വരുന്നത് ആക്ച്വലി ഗായത്രിയുടെ ക്ലൈമാക്സ് സീനൊക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ റൊമാൻസിലേക്ക് മനസ്സിലായില്ല. അപ്പോൾ ഏകദേശം ആ ക്യാരക്ടറായിട്ട് ആള് ഒന്ന് ഓക്കെ ആയിരുന്നു, സെറ്റായി ആള്. അപ്പോൾ ഓക്കെ ഇത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഇത്, അപ്പൊ അതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അത് ചെയ്യാനായിട്ട്. അങ്ങോട്ടേക്ക് വന്നപ്പോ ആ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഫീൽ ചെയ്തു. പിന്നെ ഞങ്ങളൊരു സോങ് എടുത്തതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തതിന് ശേഷമാണ് ഈ ഒരു സീനിലേക്ക് വന്നത്. പിന്നെ ഇതങ്ങനെ ഭയങ്കര വലിയ സീനൊന്നുമില്ല, ജസ്റ്റ് ഒരു ഡബിംഗ് ഒക്കെ എങ്ങനെയാണ്? 4 ലാംഗ്വേജ് മലയാളം ആൻഡ് തമിഴ്. രജത്തിന്റെ ഭാഗം രജത്ത് തന്നെ ചെയ്തു. മലയാളം തമിഴും ഗായത്രി തന്നെ ചെയ്തു. കാരണം ഗായത്രി നേരത്തെ തമിഴ് ഫിലിം ചെയ്തിട്ടുണ്ട്. തമിഴ് കംഫർട്ടബിൾ ആണ്, ആളുടെ സ്ലാങ് ഒക്കെ ഓക്കെയാണ്. അല്ല, എനിക്ക് മലയാളം പോലെ തന്നെ തമിഴും കംഫർട്ടബിൾ ആണ്. എന്ന് പറഞ്ഞാൽ മറ്റേ ഈ ഒരുപാട് എന്താ പറയാ കട്ടിത്തമിഴ് എനിക്കറിയില്ല. നോർമലി തമിഴ് സംസാരിക്കുന്നത് എനിക്കറിയാം. ലൈക്ക് ചെന്നൈ തമിഴ് ഓക്കെയാണ്. അങ്ങനെ പിന്നെ ജയ്സേട്ടന്റെ ഡയലോഗ്സ് എല്ലാം വേറെ ആൾക്കാരാണ് ഡബ് ചെയ്തത്. അതന്നെ. മലയാളം എനിക്ക് ഒരു കാര്യം ഫീൽ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മലയാളം നമ്മൾ ഡബ് ചെയ്യുന്ന സമയത്ത് മലയാളം ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡബിങ്ങാ അല്ലേ? നമ്മൾ ഈ സംസാരിക്കുന്ന പോലെയുള്ള ഭയങ്കര റിയലിസ്റ്റിക് ഡബിങ്ങാ. തമിഴ് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു കുറച്ചും കൂടി ഡ്രാമ വന്ന്. പിന്നെ തെലുഗു വന്നപ്പോഴത്തേക്കും ഭയങ്കര ലൗഡായി. അത് ഇപ്പോൾ ഇഷ്ടമാണെന്ന് പറയുന്ന സീൻ വരെ കുറച്ച് ലൗഡാണ്. കന്നഡ ഇറ്റ്സ് മിഡിൽ ഓഫ് ദിസ് ഡ്രാമ ആൻഡ് ലൗഡ്നെസ്. അതെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കാരണം ഈ 4 ലാംഗ്വേജിലെ ആൾക്കാർ, നമുക്ക് ആ 4 ഭാഷകളിലുള്ള ആൾക്കാരുടെ ലൈഫ് എന്താണെന്നുള്ളതിന്റെ ഒരു ചെറിയ ഐഡിയ കിട്ടും അല്ലേ? അതൊക്കെ ഭയങ്കര ഒരു അനുഭവമായിരുന്നു. ഇതിലൊരു പാട്ട് പാടാൻ പറ്റുമോ നമ്മുടെ പടത്തില്? പക്ഷെ ഞാൻ ഫോണിലെടുത്ത് ലിറിക്സ് നോക്കും. അത് കുഴപ്പമില്ല, നോക്കാം. രണ്ടാളും പാടാം, രണ്ടാളെ കൊണ്ട് പാടിപ്പിക്കാം. ഏതോ താരം പോലെ ആകാശം മുട്ടേ ദൂരങ്ങൾ താണ്ടി ഞാൻ, മൗനം നെഞ്ചിലാകെ ഇരുളായി മെല്ലെ നീളുന്നതോർത്തു ഞാൻ. തുലാമൾ തൂവൽ തോടാതെ കിനാവിൽ തിരവേനൽ കാലം നെഞ്ചിലായി വിമുഖം ഓരോരാവും പോകെ പെയ്യാതെ ഏതോ മൃദുഭാവം. അടിപൊളി. അല്ല, എനിക്ക് ശ്രീജിത്തേട്ടന് ഓൾറെഡി അറിയാൻ പാടുന്നത്, പക്ഷെ ഗായത്രി നല്ല സ്വീറ്റ് ആയിട്ടുള്ള സൗണ്ട് അല്ലേ? പക്ഷെ ഫേസ് കാണുമ്പോൾ വിചാരിക്കും നമ്മളെ ഭയങ്കര ടഫ് ആയിട്ടുള്ള സൗണ്ട് ആണ്. പാട്ട് പാടിയപ്പോ അടിപൊളി, കൊള്ളാം. ഒരു പാട്ട് പാടാൻ ചാൻസ് കൊടുക്കായിരുന്നു. പിന്നെ അടുത്തേല് ചെയ്യാൻ